എവിടുന്നായിരുന്നു? കൊച്ചി. സിജോന്റെ ഭയങ്കര ഒരു ഫാനാണെന്ന് ഞങ്ങൾ കേട്ടത്. ഇന്നലെ ഭയങ്കര കരച്ചിലെന്നൊക്കെ പറഞ്ഞല്ലോ, എന്തായാലും ബിക്കോസ് ഇതൊരു അൺഫെയർ എഡിഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും കണ്ടന്റ് കൊടുക്കാത്ത കുറേ പേര് അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു അൺഫെയർ ആയിട്ടുള്ള എഡിഷനാണ് ഇത് ചെയ്തത്. ഓൾറെഡി ബിഗ് ബോസിൻ്റെ കാര്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് പുള്ളിനെ ഔട്ടാക്കി തൊട്ട് ശരിയല്ല. പുള്ളി ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ് അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അവർക്ക് അത്രയും ചാൻസ് കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അവർ ഇതിന് മുമ്പ് വിഷു ആണെന്ന് നോ എവിക്ഷൻ വെച്ചു. നമ്മൾക്കിപ്പോഴും അറിയില്ല പുള്ളിക്ക് വോട്ട് കുറവാണെന്നുള്ള കാര്യം, അതൊക്കെ അവർ പറയുന്നു അല്ലേ. അപ്പോൾ ഉറപ്പായിട്ട് പുള്ളി ഡിസേർവിങ് ഒരാളായിരുന്നു. അതിന് നല്ല വിഷമമുണ്ടായിരുന്നു. അല്ല, നിങ്ങളുടെ സിജുവിന് കുറേ ആർമി ഗ്രൂപ്പും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ എങ്ങനെ ഈ വോട്ട് കുറഞ്ഞത്? അതാ ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ വോട്ട് കൊടുത്തിട്ട് അത് ഞങ്ങൾക്ക് 100% വിശ്വാസമുണ്ട്. സോ വോട്ട് കുറഞ്ഞത് ഞങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ഒരു മാൽ പ്രാക്ടീസായി, നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യമില്ല, പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ പറയുന്നത് ഏഷ്യാനെറ്റോ അത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ആരും എടുത്ത് പറയുന്നില്ല. ഞാൻ പറയുന്നത് വോട്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നല്ല, ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കറിയാലോ ഞങ്ങൾ എത്ര വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല പുള്ളി ഔട്ട് എന്നുള്ള കാര്യം. ഞാൻ ബിഗ് ബോസ് ഞാൻ ഷോ ഇനി എന്തായാലും കാണില്ല. ഞാനെന്നല്ല, ഞങ്ങൾ എന്നെപ്പോലെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിലോ പലരും വന്ന് കരഞ്ഞിട്ടും വിഷമിച്ചിട്ടുമാണ് ഇരിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ. കാരണം പുള്ളിയോട് ചെയ്ത തെറ്റാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പുള്ളി പോയി തിരിച്ചു വന്ന ഒരാളാണ്. സോ ഈ ബിഗ് ബോസ് എന്ന ഷോ ബർത്ത്ഡേ ദിവസം തന്നെ പുള്ളിയെ അങ്ങനെ ഇറക്കി വിടേണ്ട സാഹചര്യം ഉണ്ടാകും. അത്രയ്ക്ക് അത്യാവശ്യമായിട്ട് ഇറക്കി വിട്ടിട്ട് ഇവർക്ക് എന്താ നേടാനുണ്ടോ? ഒരു മിഡ് വീക്ക് വിഷൻ വെച്ചിട്ട് ഒക്കെ ഇറക്കി വിടുന്നതിന് മാന്യത ഉണ്ടായിരുന്നു. കാര്യം ഇത്രയേറെ ത്യാഗം സഹിച്ച ഒരു വ്യക്തി, ബിഗ് ബോസ് സീസണിൽ ഇത്രയും ഭാഷകളുടെ സീസൺ വന്നിട്ട് ഇതുപോലെ ത്യാഗം സഹിച്ചൊരു വ്യക്തിയില്ല. ആ വ്യക്തിയോട് കാണിച്ച വളരെ നീതികേടാണ്. അപ്പോൾ ഈ വോട്ട് കുറഞ്ഞ വ്യക്തി വോട്ട് കുറഞ്ഞെന്ന് ഞങ്ങൾ സമ്മതിച്ചിരുന്നു. ആ വോട്ട് കുറവുണ്ടല്ല എന്നുള്ള കൃത്യമായിട്ട് അറിയാം. വോട്ട് കുറഞ്ഞ സമ്മതിച്ചത്. പക്ഷേ എങ്കിലും ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്. ഒരു പിറന്നാൾ ദിവസം സന്തോഷിച്ചിരിക്കേണ്ട ഒരു പിറന്നാൾ ദിവസം അദ്ദേഹത്തിനോട് കാണിച്ച പക്കാ നീതികേട് എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. 100% പറയാം. ഇത് ഞാൻ എനിക്ക് പറയുന്നതിന് വിഷമമൊന്നുമില്ല. എല്ലാ സീസണിലും ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റിനെ ഫൈനൽ 5 കൊണ്ടുവരുന്ന രീതിയുണ്ട്. വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. അത് സീസൺ 3 അനൂപ് മേനോനായിരുന്നു. അനൂപ് മേനോൻ യഥാർത്ഥത്തിൽ ഫൈനൽ 5 5ാം സ്ഥാനത്ത് വരേണ്ട വ്യക്തിയായിരുന്നു. നിങ്ങൾ ചിന്തി നോക്കിയാൽ മതി. കിടിലം ഫിറോസിനെയൊക്കെ തള്ളി 5ാം സ്ഥാനത്ത് അനൂപ് മേനോനെ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഈ സീസണിൽ ഒരു ഏഷ്യാൻ്റെ പ്രൊഡക്റ്റ് ഇവിടെ വരണമായിരുന്നു. ശരണ്യ പോയി, അപ്സര പോയി, ഇനി ആരുണ്ട്? അടുത്തത് ആരെന്ന് എനിക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ കൊണ്ടുവന്നാണെന്ന് 100%. ഇത് കോൺട്രവേഴ്സി ആവുന്ന എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഒരു വിഷയമില്ല. എനിക്കെന്നല്ല, നാട്ടിലുള്ള എല്ലാ സാമാന്യമായിട്ട് ബിഗ് ബോസ് കണ്ടിട്ടുള്ള എല്ലാ പ്രേക്ഷകർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. ഒരു സംശയമുള്ള കാര്യം. പച്ച പോലെ മീൻസ് പച്ചവെള്ളം പോലെ ഇത് പച്ചയായ സത്യം. ഒരു സംശയത്തായിരുന്നു. അല്ല, ഈ ആർമി ഗ്രൂപ്പുകൾക്ക് ഇത്രയും വോട്ട് കുറഞ്ഞതിന് പുറത്തല്ല ബ്രോ. ഇതിനകത്ത് ഒരു കാര്യം പറയാം. നമുക്ക് കൃത്യമായിട്ട് അൺഒഫീഷ്യൽ പോളാണെന്ന് വിശ്വസിക്കണമല്ലോ. അൺഒഫീഷ്യൽ പോൾ വരെ ഹോട്ട്സ്റ്റാർ വോട്ടർ. എങ്കിൽ അൺഒഫീഷ്യൽ പോൾ നോക്കുമ്പോൾ 100% 4ാം സ്ഥാനത്തും 5ാം സ്ഥാനത്തുമായിട്ട് നിന്ന വ്യക്തിയാണ് സിജു. ഒരിക്കലും അവസാന 2 സ്ഥാനങ്ങളിൽ പോലും വരില്ലായിരുന്നു. പക്ഷേ ഇതെന്നാൽ നല്ല രീതിയിലുള്ള അവിടെ പ്രീ പ്ലാൻഡായിട്ട് അവർ സ്ക്രിപ്റ്റഡ്. ഈ ബിഗ് ബോസിന് സ്ക്രിപ്റ്റ് ഉണ്ട്. അവർ തുടക്കം മുതലേ ആ സ്ക്രിപ്റ്റ് ആണ് വരുന്നത്. എല്ലാവർക്കും നമുക്ക് അറിയാവുന്ന കാര്യം. ആ സ്ക്രിപ്റ്റിൽ ആരൊക്കെ ഫൈനൽ 5 വരണം, ഏതൊക്കെ രീതിയിൽ ആൾക്കാരെ അടിച്ച് കളയണം, ആരൊക്കെ കണ്ടന്റ് പുറത്ത് കൊടുക്കണം, എത്ര സ്ക്രീൻ സ്പേസ് കിട്ടിയാലും അവരെ ഒതുക്കണം, അതൊക്കെ കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ ഓരോ യൂട്യൂബേഴ്സ് തന്നെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ പറയുന്ന ഇതല്ലേ തെളിവ് വെച്ചിട്ടില്ലേ, ഓരോ വോയിസ് ക്ലിപ്പ് ഇട്ടല്ലേ കളിക്കുന്നത്. അപ്പോൾ ഇതാണ് വാസ്തവം. അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട്. പക്ഷേ ഇതൊക്കെ അറിഞ്ഞും കേട്ടുമാണ് അദ്ദേഹം അവിടെ പോയിട്ടുള്ളത്. പിന്നെ ഇതിപ്പോൾ 1 വർഷത്തെ കരാറെന്ന് പറഞ്ഞ പുള്ളിയുടെ വായടപ്പിക്കാം. പക്ഷേ ഞങ്ങളെ വായടപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ശക്തമായ രീതിയിൽ പ്രതിഷേധവും പ്രതികരണമായിട്ട് മുന്നോട്ട് വരും. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണ്. ഇതിൽ 100 സാധനം മാത്രമേ അറിയുള്ളൂ. ഇനി പല സാധനങ്ങളും പുറത്തു വരും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിന് അവർ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ പൊന്ന് ബ്രോ, ഇതിനകത്ത് ബിഗ് ബോസിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരിക്കലും ഇങ്ങനൊരു എവിക്ഷന് പുറത്തു പോകേണ്ട വ്യക്തിയല്ലായിരുന്നു ഇദ്ദേഹം. നിലവിൽ ഞാൻ പറയാം, എൻ്റെ അടുത്ത് ഞാൻ ബിഗ് ബോസിൻ്റെ മുൻ കണ്ടസ്റ്റൻസ് പലരും എന്നോട് സംവദിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. അവർ പുറത്ത് പറയാൻ പറ്റത്തില്ല എന്താണ് ഇത് സംഭവിച്ചതെന്ന് അവരെന്നോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരെന്ന് പേര് പറഞ്ഞ ശരിയല്ല. ഇതെന്നതാണ് അറിയുന്നത്. ഒന്നുകൂടെ പറയാം. ഒരു സാധനം നിങ്ങൾ നല്ല ഹിറ്റ് തരാം. ബാനേജ് ഗ്രൂപ്പിൽ നിന്ന് പിണങ്ങിപ്പോയ ഒരു ടീംസ് ഒരു ഗ്രൂപ്പ് അടിച്ചിട്ടുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ ഇതിനെക്കുറിച്ച് ചർച്ച നടന്നു. ആ ചർച്ച നടന്ന പല വോയിസ് ക്ലിപ്പുകളും പുറത്തു വന്നിട്ടുണ്ട്. അത് പലരെയും കൈ കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് ഈ ആഴ്ചകളിൽ പലതും സംസാരിക്കും. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമാവും. ഇതിൽ കൂടെ ഞാൻ പറഞ്ഞില്ല. അതായത് ബാനേജ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി ആരാന്ന് ഞാൻ പറയുന്നില്ല. ബാനേജ് ഗ്രൂപ്പിൽ നിന്ന് കഴിഞ്ഞ സീസണിലും കഴിഞ്ഞ 3 സീസണിലൊക്കെ ആയിട്ട് പുറത്താക്കിയ പലരും ചേർന്ന് വാട്സപ്പ് ഗ്രൂപ്പ് അടിച്ചിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ക്ലിപ്പുകൾ പലതും പലരും കൈ കിട്ടിയിട്ടുണ്ട്. അത് പലരും മറ്റേ എക്സ്ക്ലൂസീവ് ആക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇത് കഴിയുമ്പോൾ എക്സ്ക്ലൂസീവ് ആക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ നോക്കിയാൽ മതി, ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് പലരും ഈ ക്ലിപ്പുകളായിട്ട് വരുന്നെങ്കിൽ അതിൻ്റെ ഒരു ഹിൻഡ് ഞാനിപ്പോൾ തന്നു എന്ന് കരുതിയാൽ മതി.
അങ്ങനെ പലതും വ്യക്തമാവും നിങ്ങൾക്ക്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ബിഗ് ബോസിൽ വിന്നർ ആവുക? അത് ഞാൻ പറയില്ല. കാര്യം അത് ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന അയാൾ വിന്നറാവും. അല്ല, നിങ്ങൾ ഓൾറെഡി പറഞ്ഞത് പ്ലാൻ ചെയ്തിട്ടാണ്, വോട്ടിന്റെ അടിസ്ഥാനത്തിലല്ല. ഒന്നുകൂടെ പറയാം, ഒരു വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ടെങ്കിലും ബിഗ് ബോസ് കരുതുക ഇന്നാക്കാണ് കയറ്റുന്നത് കൊടുക്കാൻ പറഞ്ഞാൽ അയാൾക്ക് കൊടുത്താൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് പോയിരുന്ന എണ്ണയെ തിട്ടപ്പെടുത്താനും പറ്റില്ല. ഇവർ പറഞ്ഞ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിനാണ് ഇത് ഓഡിറ്റ് കൊടുത്തിരിക്കുന്നത്, മറ്റത് മറിച്ച് എന്നൊക്കെ പറയുന്നെങ്കിലും നമുക്ക് പോയി എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ? ഇതിനെക്കുറിച്ച് അറിയാൻ വല്ല മാർഗ്ഗമുണ്ടോ? ഒരു മാർഗ്ഗമില്ല. ഹോട്ട്സ്റ്റാർ വോട്ട് എണ്ണാൻ ഇവിടെ ഇലക്ഷന് പോയിരുന്ന എണ്ണുന്ന സംഭവമല്ല ഇത്. നമുക്കൊരു മാർഗ്ഗമില്ല. വിവരാശം കൊടുത്താൽ അവർ ഇഷ്ടമുള്ളത് ഇതുവരെ തീർത്തുള്ളൂ. നമുക്ക് എന്താ മാർഗ്ഗം? എന്താണ് അടിസ്ഥാന രേഖ? എന്താണ് മാർഗ്ഗരേഖ? ഏഷ്യാനെറ്റിന്റെ ഒരു പ്ലാൻ ആണെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇത് ആർക്കായിരിക്കും കൊടുക്കാൻ അവർ പ്ലാൻ ചെയ്യും? ഞാനത് പറയുന്നില്ല. അത് എല്ലാവർക്കും അറിയാം, പച്ചയായ സത്യമാണ്. ഞാൻ ഇനി പറഞ്ഞ അതിനെക്കുറിച്ച് പറയുന്നത്. ജിൻഡോ ആണോ ജാസ്മിൻ ആണോ? എനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് പറയില്ല. അപ്പൊ ഇത് രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും. എനിക്കറിയില്ല, അറിയാത്ത കാര്യം പറയില്ല പ്ലീസ്. അറിയാത്ത കാര്യം ശരിയായിട്ട് താങ്ക് യു.